സത്യത്തിൽ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം പണ്ട് ശബരിമല ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രമാണ് ശബരിമല. ശരിക്കും എന്നാൽ അയ്യപ്പൻ ശബരിമലയിലേക്ക് ലയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് മണിമണ്ഡപത്തിലാണ് ആദ്യം വന്നിരുന്ന ശേഷമാണ് ശാസ്താ വിഗ്രഹത്തിൽ ലയിക്കുന്നത്. അപ്പം ശരിക്കും മണിമണ്ഡപം മൂലസ്ഥാനം തന്നെയാണ്. എല്ലാ വർഷവും ഈ മകരസംക്രമ നാളിൽ, അതായത് ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്ക് മാറുന്ന ആ സന്ധ്യയിൽ, ആ സംക്രമ സമയത്താണ് ശരിക്കും മകരവിളക്ക് നമ്മൾ ആരംഭിക്കുന്നത്. ഇവിടെ അയ്യപ്പന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം, അയ്യപ്പ ചൈതന്യം വിളയാടുന്ന 5 ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. അതിനാണ് അച്ഛന് രാജകുമാരനായി കാണുവാൻ തയ്യാറാക്കി വെച്ച ആഭരണങ്ങൾ, അതുമായിട്ട് ഭഗവാൻ തന്നെ നമ്മൾ നൽകിയ ഒരു അനുമതിയാണ്. മകരസംക്രമ വേളയിൽ ഞാൻ തപസ്സിൽ നിന്ന് ഉണരുമ്പോൾ ഈ ആഭരണങ്ങൾ ഞാൻ അണിഞ്ഞ് ഭക്തജനങ്ങൾക്ക് ദർശനം നൽകാം, അച്ഛനും ദർശനം നൽകാം. അതിനുവേണ്ടിയാണ് നമ്മൾ പന്തളത്തു നിന്നും ഈ 3 പേടകങ്ങളായിട്ട് തിരുവാഭരണവുമായിട്ട് ശബരിമലയിൽ എത്തുന്നത്. ഇപ്പോഴും മണിമണ്ഡപത്തിൽ 5 ദിവസങ്ങളിലും 5 ഭാവത്തിൽ, ഭഗവാന്റെ 5 ഭാവത്തിൽ ഇവിടെ കളമെഴുതി അതിനുള്ള ഈ പൊടികളെല്ലാം തന്നെ പ്രകൃതിദത്തമായ പൊടികൾ നമ്മൾ റാന്നിയിലുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. കുന്നക്കാട്ട് കുടുംബം അവരാണ് ഇത് ചെയ്യുന്നത്. ആ പൊടികൾ പന്തളത്ത് വെച്ചിട്ട് പന്തളത്തെ തമ്പുരാട്ടി ആണ് ഇത് ഇവിടെ കൊടുക്കുക. കാരണം അത് ഒരു പവിത്രമാണ്. കാരണം മധുര മീനാക്ഷിയാണ് മാളികപ്പുറത്തമ്മ. മാളികപ്പുറത്തമ്മയുടെ മുമ്പിൽ ഭഗവാന്റെ യോദ്ധാസങ്കല്പത്തിൽ അല്ലെങ്കിൽ രാജകുമാരൻ എന്ന നിലയിൽ മേൽമീശയോടുകൂടിയുള്ള തിടമ്പിലാണ് എഴുന്നള്ളിപ്പ് നടക്കുന്നത്. ഈ എഴുന്നള്ളിപ്പ് തന്നെ വളരെ പൗരാണികവും വളരെ പ്രധാനപ്പെട്ടതുമാണെന്നാണ് പണ്ടുള്ളവർ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇടക്കാലത്ത് 2016 ഇവിടെ ഒരു അനിഷ്ട സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ കോടതിയിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരം ഇവിടെ ആന എഴുന്നള്ളിപ്പ് നിർത്തിയിരിക്കുകയാണ്. പക്ഷേ 2018 ദേവപ്രശ്നത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ആന എഴുന്നള്ളത്ത് തന്നെ, ഈ എഴുന്നള്ളത്ത് ഏറ്റവും പൗരാണികവും വളരെ ദിവ്യവുമാണ്. അതുകൊണ്ട് ആനപ്പുറത്ത് തന്നെ ആ എഴുന്നള്ളിപ്പ് പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ട നടപടികൾ കൊട്ടാരത്തിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്.